ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് നമ്മുടെ ജോഗ്രഫിയിലെ തന്നെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് സമയം വെച്ചുകൊണ്ട് ഒരുപാട് ഡിഫിക്കൽറ്റി എടുത്തുകൊണ്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് മക്കളെ, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ, പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അത് 4 വരുന്നത്. ഒന്നാമത്താണ് കണ്ടക്ഷൻ എന്ന് പറയും, താപചാലനം എന്ന് പറയും. താപചാലനം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ വരുന്നു എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസുലേഷൻ വഴി എന്ത് ചെയ്യുന്നു, സോളാർ എനർജി ഷോർട്ട് വേവ്സുകൾ ഇൻസുലേഷൻ വഴി വരികയാണ്. അതെന്ത് ചെയ്യുന്നു, നേരെ അറ്റ്മോസ്ഫിയർ നമ്മളെ ഭൂമിയുടെ പ്രതലത്തിൽ തട്ടുന്നു. അറ്റ്മോസ്ഫിയറിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അത് ലോവർ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് മാത്രം ചൂട് വരുന്നു. ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു ഡയറക്ട്ലി വിത്ത് ദ കോൺടാക്ട് ഓഫ് ദ സർഫസ് ഓഫ് എർത്ത്. ഭൂമിയോട് അടുത്ത് കിടക്കുന്ന താഴ്ന്ന ഭാഗങ്ങളിൽ മാത്രം ചൂട് വരുന്നതിന് വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ, താപചാലനം എന്ന് വിളിക്കും. എന്നാൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേതൊരു വസ്തുവിനെ പോലെയും if the air is ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ന് വെച്ചാൽ എയറിന്റെ വായുവിന്റെ ചൂട് കൂടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്. അത് എന്ത് ചെയ്യും, അത് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, വായു ചൂടായിട്ട് മുകളിലേക്ക് ഉയരുന്നതിന് വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്, അഥവാ കൺവെക്ഷൻ എന്ന് വിളിക്കുന്ന സംവഹനം എന്ന് പറയുന്നത്, അതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. എന്നാൽ അടുത്ത മൂന്നാമത്താണ് അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിവാഹനം എന്ന് വിളിക്കും. അഭിവാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റ് കാരണമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹൊറിസോണ്ടലി അഥവാ തിരശ്ചീന തലത്തിൽ വായു മൂവ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് അഡ്വെക്ഷൻ, അഭിവാഹനം എന്ന് വിളിക്കുന്നത്. ഏറ്റവും അവസാനത്തെ റേഡിയേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കാം. വികിരണം അല്ലെങ്കിൽ ഭൗമ വികിരണം എന്ന് വിളിക്കും. നമ്മുടെ ഇൻസുലേഷൻ വഴിയാണ് സോളാർ എനർജി എത്തിയിട്ടുള്ളത്. അതിന് ലോങ് വേവ്സുകളായിട്ട് തിരിച്ച് റിട്ടേൺ പോകുന്നതിന് വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ, വികിരണം എന്ന് വിളിക്കാം. എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്. ദീർഘതരംഗങ്ങളായിട്ട് അന്തരീക്ഷത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ഭൗമോപരിതലത്തിൽ നിന്ന് ചൂട് പിടിച്ചതിന് ശേഷം ദീർഘതരംഗങ്ങളായിട്ട് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകുന്നതിന് വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന് കൂടാതെ തന്നെ അടുത്ത 2 ഇക്വേഷൻസുകൾ മക്കൾ പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമത്താണ് ഡ്യൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം എന്ന് പറയും. ഒരു ദിവസത്തെ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് വിളിക്കാറുള്ളത്. അത് നമ്മൾ കാണാറുള്ളത് മാക്സിമം മൈനസ് മിനിമം ആണ്. അഥവാ കൂടിയ താപനില കുറഞ്ഞ താപനില കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഡ്യൂണൽ റേഞ്ച് ദൈനിക താപാന്തരം കിട്ടും. എന്നാൽ ശരാശരി ആവറേജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, അതിനാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ദൈനിക ശരാശരി താപനില എന്നാണ് വിളിക്കാറുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2 ആണ്. കൂടിയ താപനിലയുടെ കൂടെ തന്നെ കുറഞ്ഞ താപനില കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദൈനിക ശരാശരി താപനിലയും ഒരു സ്ഥലത്ത് ഇത് കിട്ടുന്നതാണ്. കൂടാതെ തന്നെ അടുത്തൊരു എസ്എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അത് 5 പോയിന്റുകളുള്ളത്. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശീയ സ്ഥാനം, ആൾട്ടിറ്റ്യൂഡ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഡിസ്റ്റൻസ് ഫ്രം ദ സീ സമുദ്രത്തിൽ നിന്നുള്ള അകലം, ഓഷ്യൻ കറന്റ് സമുദ്രജല പ്രവാഹങ്ങൾ, റിലീഫ് ഭൂപ്രകൃതി എന്ന് പറയാം. ഇവയുടെ ഡീറ്റെയിൽസ് സഹിതം മക്കൾ പഠിക്കണം. ഇവയുടെ ഡീറ്റെയിൽസ് സഹിതം നിർബന്ധമായിട്ട് പഠിച്ചോ, പരീക്ഷയ്ക്ക് വരുന്നതാണ്. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശീയ സ്ഥാനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇക്വേറ്ററിന്റെ സ്ഥലത്ത് അഥവാ ഭൂമധ്യരേഖയുടെ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലും വെൻ വി ആർ മൂവിങ് ടു ദ പോൾ സൈഡ്, ഇരു ധ്രുവങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറയും, താപം കുറയുകയും ചെയ്യും. അതിൻ്റെ ആ ഒരു പിക്ചർ കൂടെ വരച്ചു വെക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ, ടോറിഡ് സോണ്, ടെമ്പറേറ്റ് സോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഫ്രിഡ്ജിഡ് സോൺ ഒക്കെ വരുന്ന കാര്യം അത് നിങ്ങൾ കൃത്യമായിട്ട് വരച്ചു വെക്കണം. ആൾട്ടിറ്റ്യൂഡ് ഉയരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇഫ് ദ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ്, ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ചൂട് കുറയാണ് ചെയ്യാറുള്ളത്. അതിന്റെ നോർമൽ ലാപ്സ് റേറ്റുകളും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഡിസ്റ്റൻസ് ഫ്രം ദ സീ അഥവാ സമുദ്രത്തിൽ നിന്നുള്ള അകലം എന്ന് പറയുന്ന സമയത്ത് ഇഫ് യു ആർ ക്ലോസസ് ടു ദ സീ അഥവാ കടലിനോട് അടുത്താണെന്നുണ്ടെങ്കിൽ ദ സീ ഈസ് മോഡറേറ്റ് ഇൻ ദ ക്ലൈമറ്റ്. കടൽ എന്ത് ചെയ്യാറിന്റെ കാലാവസ്ഥയെ മിതപ്പെടുത്താറുണ്ട്, ടെമ്പറേച്ചറിനെ മിതപ്പെടുത്തുന്ന ആളാണ്. സോ അതുകൊണ്ട് അത് പഠിച്ചു വെക്കാം. അടുത്താണ് ഓഷ്യൻ കറന്റ്സ് എന്ന് പറയാം. കോൾഡ് വേവ്സുകൾ, കോൾഡ് കറന്റും ഉണ്ട്, അതുപോലെ തന്നെ വാം കറന്റും ഉണ്ട്. ഉഷ്ണജലപ്രവാഹം ഉണ്ട്, ശീതജലപ്രവാഹം ഉണ്ട്. ഉഷ്ണജലപ്രവാഹം ഒരു സ്ഥലത്ത് കൂടെ പോവുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം, വാം കറന്റ് പോകുകയാണെങ്കിൽ ആ സ്ഥലത്ത് ചൂടായിട്ട് മാറും. അതേസമയം കോൾഡ് കറന്റ് ശീതജലപ്രവാഹം പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് തണുപ്പായിട്ട് മാറും. റിലീഫ് എന്ന് പറഞ്ഞ സമയത്ത് ഭൂപ്രകൃതി എന്നാണ് അർത്ഥം വരുന്നത്. ഭൂപ്രകൃതി എന്നാൽ സൺലൈറ്റ് നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് ചൂട് കൂടുതലും അത് അല്ലാത്ത സ്ഥലത്ത് കുറവുമായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് ഇന്നത്തെ മാരത്തോൺ നമ്മൾ പറയാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, എക്സാമിനേഷനോട് അനുബന്ധിച്ച് നമുക്ക് മാരത്തോണുകൾ വരുന്നുണ്ട്. ആ മാരത്തോൺ ഇതിന്റെ ഡീറ്റെയിൽസിൽ മുഴുവൻ പറയുന്നതാണ്. ഇത് ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കണം. പഠിക്കേണ്ട ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരുന്നത്. അടുത്താണ് ഫാക്ടേഴ്സ് അഫക്ട് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 3 ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. താപനില, അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിലെ ജലാംശം എന്ന് പറയും. ഇതിന്റെയും ഡീറ്റെയിൽസുകൾ പഠിച്ചു വെക്കണം. അത് 3 മനസ്സിലാക്കി വെക്കാം. ഏത് 3 കൂടിയാലും മർദ്ദം കുറയായിരിക്കും ചെയ്യുക, 3 കുറഞ്ഞാലും മർദ്ദം കൂടുകയായിരിക്കും ചെയ്യുക. അവ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ് അഥവാ വിപരീത അനുപാതത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ കൂടെ തന്നെ എന്റെ മക്കളോട് സൂചിപ്പിക്കാനുള്ളത്, മക്കളെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ
ഓഗസ്റ്റ് 15 അഥവാ ഇൻഡിപെൻഡൻസിനോടനുബന്ധിച്ച് നമ്മുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അസ്ലയുടെ 3.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് ഇനിയും വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടാതെ തന്നെ ഒരു കാര്യം കൂടെയാണ് മക്കളെ, നമ്മളെ മെറ്റീരിയൽ എല്ലാവർക്കും മെറ്റീരിയലൊക്കെ ആവശ്യമുണ്ടായിരിക്കും. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ സിലബസും ഒക്കെ ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. നമ്മുടെ കയ്യിൽ ഒരു ഗൈഡുകളും ഉണ്ടായിരിക്കില്ല. സൈലത്തിന്റെ മെറ്റീരിയൽ റെഡിയാണ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറും 600 രൂപ മാത്രമാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ IIT പോലെയുള്ള അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രധാനമായിട്ടുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ് നമ്മുടെ നെക്സ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്ത ആൾക്കാരുടെ essay ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാൻ അല്ലെങ്കിൽ 4 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്. ആ കോഡ് ഞാൻ മാരത്തോണിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒന്നാമത്താണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ അഥവാ നമ്മുടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഈ നമ്മൾ കൃത്യമായിട്ട് ചിത്രം വരച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തേക്കണം. ഒരിക്കലും ഹൈ പ്രഷറും ലോ പ്രഷറും ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും തെറ്റരുത്. അത് പഠിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അടുത്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സ്പീഡ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ വിൻഡ്. കാറ്റിന്റെ വേഗതയും ശക്തിയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളത് മക്കളെ, ഒന്ന് പ്രഷർ ഗ്രേഡിയന്റ് ആണ് അഥവാ മർദ്ദ ചെരിവ് ബലമാണ്. രണ്ടാമത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലമാണ്. അതിൽ എന്താണ് പ്രഷർ ഗ്രേഡിയന്റ് പഠിച്ചു വെച്ചേക്കാം. അതിന്റെ കൂടെ തന്നെ കൊറിയോലിസ് ഫോഴ്സ്, കൊറിയോലിസ് പ്രഭാവവും പഠിച്ചു വെച്ചേക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കാറ്റുകൾ 4 തരത്തിലുള്ളത്. സ്ഥിരവാദങ്ങൾ, പെർമനന്റ് വിൻഡ്, കാലികവാദങ്ങൾ, പീരിയോഡിക് വിൻഡുകൾ, പ്രാദേശിക വാദങ്ങൾ, ലോക്കൽ വിൻഡ്സുകൾ, അസ്ഥിരവാദങ്ങൾ, വേരിയബിൾ വിൻഡ്സ് എന്ന് വിളിക്കും. അതിൽ പെർമനന്റ് വിൻഡ് എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റുകളെയാണ് പെർമനന്റ് വിൻഡ് അഥവാ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റുകളാണ്. അതിന് ഉദാഹരണമാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ, ട്രേഡ് വിൻഡ്, വെസ്റ്റലീസ്, പോളാർ വിൻഡുകൾ. അവയെല്ലാം അതിന് ഉദാഹരണമായിട്ടുള്ളതാണ്. എന്നാൽ പീരിയോഡിക് വിൻഡ് എന്ന് പറഞ്ഞാൽ കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അങ്ങോട്ടും ആ സമയം കഴിഞ്ഞ് അത് തിരിച്ച് ഇങ്ങോട്ടും എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് റിവേഴ്സൽ വരുന്ന കാറ്റുകളെയാണ് എന്ത് വിളിക്കാം, കാലികവാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻഡ് എന്ന് വിളിക്കാം. അത് നമ്മൾ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നാണ് ഉദാഹരണം പറയാറുള്ളത്. ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടൻ ബ്രീസ്, വാലി ബ്രീസ്. ഇതിൽ കാലികവാദത്തിൽ മറ്റൊരു ഉദാഹരണം കൂടെ പറയാൻ പറ്റുന്നതാണ് മൺസൂൺ കാറ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉദാഹരണത്തിൽ പെടുത്താൻ പറ്റുന്നതാണ്. അടുത്താണ് ലോക്കൽ വിൻഡ്. പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ എന്ന് വിളിക്കുക. അതിന് ഉദാഹരണങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ലൂ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ വരുന്നതാണ്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ റോക്കി മൗണ്ടെയിൻസിലുള്ളതാണ്. ഫോൺ ആൽപ്സ് മൗണ്ടെയിനിലുള്ളതാണ്. ഹാർമട്ടൺ സഹാറ മരുഭൂമിയിലാണ്. ഇവിടെയും പഠിക്കാൻ കോഡുകളൊക്കെ ഉണ്ട്. കോഡുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, മെയിൻ എക്സാമിനേഷന്റെ നമ്മുടെ മാരത്തോണിലാണ് പറയുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഏതൊക്കെയാണ് എക്സാമിനേഷൻ നമ്മളെ മാരത്തോണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ അടുത്താണ് മക്കളെ അസ്ഥിരവാദങ്ങൾ, വേരിയബിൾ വിൻഡ് എന്ന് വിളിക്കും. അത് വളരെ ചെറിയ സ്ഥലത്ത് വളരെ എന്താണ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഉണ്ടാവുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ, വേരിയബിൾ വിൻഡ് എന്ന് വിളിക്കാം. സൈക്ലോണും ആന്റി സൈക്ലോണുമാണ് ഞങ്ങളുടെ ചക്രവാതവും പ്രതിചക്രവാതവുമാണ് നമുക്ക് എന്താണ് അതിന് ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റാം. അതിന്റെ ഡയറക്ഷൻസുകൾ നമ്മൾ കൂടെ കൊടുത്തിട്ടുണ്ട്, പഠിക്കണം. അടുത്താണ് ഘനീകരണം, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഘനീകരണത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ് പരീക്ഷയ്ക്ക് കൺഫേം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 4 തരത്തിലുള്ളത്. തുഷാരം, അതുപോലെ തന്നെ ഹിമം, മൂടൽമഞ്ഞ്, മേഘം, ഡ്യൂ, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ക്ലൗഡ് എന്ന് പറയുന്നതാണ്. ഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ കാണുന്ന സമയത്ത് തന്നെ വെള്ളത്തുള്ളികളൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളതാണ്. വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചാൽ ഡ്യൂ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, രാത്രി ആവുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ തണുക്കുന്നു, അന്തരീക്ഷം തണുക്കുന്നു. അതോടുകൂടെ തണുത്ത പ്രതലങ്ങളിൽ പറ്റി പിടിക്കാൻ ഡ്യൂ എന്ന് പറഞ്ഞാൽ. അതേസമയം ഈ തണുത്ത പ്രതലങ്ങളിൽ പറ്റി പിടിക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ 0 ഡിഗ്രിക്ക് താഴെ വരികയാണെങ്കിൽ അത് ടൈനി ഐസ് ക്രിസ്റ്റൽസുകളായിട്ട് ചെറിയ ഐസ് കഷ്ടങ്ങളായിട്ട് മാറും. അപ്പോൾ എന്തായിട്ട് മാറും, അത് ഫ്രോസ്റ്റ് ആയിട്ട് ഹിമമായിട്ട് മാറും. മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ലോവർ അറ്റ്മോസ്ഫിയറിൽ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ താഴ്ന്ന ഭാഗങ്ങളിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ പറ്റിപ്പിടിക്കുകയാണ്, എന്ന് വെച്ചാൽ പൊടിപടലങ്ങൾ പറ്റിപ്പിടിക്കുന്നതിനാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ടിലാണ്, എന്ന് വെച്ചാൽ മുകളിൽ എന്താണ് പൊടിപടലങ്ങൾ പറ്റിപ്പിടിക്കുന്ന ജലകണകത്തെയാണ് എന്ന് വിളിക്കുക, ക്ലൗഡ് എന്ന് വിളിക്കാം. 4 തരത്തിലുള്ള ക്ലൗഡുകൾ പരീക്ഷയ്ക്ക് കൺഫേം ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സിറസ് ക്ലൗഡ്, ക്യുമുലസ് ക്ലൗഡ്, നിംബസ് ക്ലൗഡ്, സ്ട്രാറ്റസ് ക്ലൗഡ് എന്ന് പറയുന്നത് 4. സിറസ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, തൂവൽക്കെട്ട് പോലത്തെ ക്ലൗഡുകളാണ്, തൂവൽക്കെട്ട് പോലത്തെ മേഘത്തെയാണ് സിറസ് ക്ലൗഡ് അഥവാ സിറസ് മേഘം എന്ന് വിളിക്കാം. സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, താഴ്ന്ന വിധാനങ്ങളിൽ കനുത്ത പാളികളായിട്ട് അഥവാ തിക്ക് ലെയേഴ്സുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ക്യുമുലസ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ബണ്ടിൽ പോലെ അഥവാ കോട്ടൺ കെട്ട് പോലെ പഞ്ഞിക്കെട്ട് പോലെ കാണുന്നതായിരിക്കും ഉണ്ടായിരിക്കാം. എന്നാൽ നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ എന്ന് വിളിക്കുന്ന ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ് അഥവാ കറുത്തിരുണ്ട മഴമേഘങ്ങളെയാണ് നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കാറുള്ളത്. ഏറ്റവും അവസാനമായിട്ട് മഴയുടെ ഭാഗം പഠിച്ചേക്കണം. മഴയുടെ ഭാഗത്ത് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടായിരിക്കും. ഒന്നാമത്താണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ പർവ്വതമഴ എന്ന് പറയുന്നത്. പർവ്വതമഴ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ കടലിനോട് അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ലാൻഡോട് എന്ന് വെച്ചാൽ വെള്ളക്കെട്ടിന്റെ അടുത്തൊക്കെ കിടക്കുന്ന അവിടുന്ന് എന്ത് ചെയ്യുന്നു, മാക്സിമം മോയ്സ്ചർ എല്ലാം പിക്ക് ചെയ്യുന്നു. അത് നേരെ എന്ത് ചെയ്യുന്നു, ജലാംശം പിക്ക് ചെയ്തുകൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ
പർവ്വതങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതോട് കൂടെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യാം. എന്നുവെച്ചാൽ അതിലെന്തെയും ധാരാളം ജലാംശം ഉണ്ടായിരിക്കും, ആ കാറ്റിൽ നല്ല വെള്ളത്തിന്റെ അളവ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അതൊരു ക്ലൗഡായിട്ട് ഫോം ചെയ്ത് മഴയായിട്ട് ഫോം ചെയ്ത് ആ ഒരു മലയുടെ ഒരു സൈഡിൽ മാത്രം മഴ നൽകുന്നു. എന്നാൽ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ മഴ കിട്ടുന്നില്ല. ആ സ്ഥലത്ത് നമ്മൾ വിളിക്കുക റെയിൻ ഷാഡോ റീജിയൻ, മഴ നിഴൽ പ്രദേശം എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ പെയ്യുന്ന മഴയാണ് പർവ്വത മഴ, ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് നമ്മൾ പറയുക. എന്നാൽ അടുത്താണ് രണ്ടാമത്താണ് സംവാഹന വൃഷ്ടി എന്ന് പറയാം, കൺവെക്ഷണൽ റെയിൻഫാൾ എന്ന് വിളിക്കും. കൺവെക്ഷണൽ റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ച തിരിഞ്ഞൊക്കെ ഉണ്ടാകുന്ന മഴയാണ്, 4 മണി മഴയൊക്കെ എന്ന് വിളിക്കുന്ന മഴയാണെന്ന് വിളിക്കുക കൺവെക്ഷണൽ റെയിൻഫാൾ, അഥവാ നമ്മൾ എന്ത് വിളിക്കുക സംവാഹന വൃഷ്ടി എന്ന് വിളിക്കാറില്ലേ. എന്നാൽ ഏറ്റവും അടുത്താണ്, ഏറ്റവും അവസാനത്താണ് ചക്രവാത ചുഴി, സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയും. ഒരു ഭാഗത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് വരുന്നു, ഒരു ഭാഗത്ത് നല്ല ചൂട് കാറ്റ് വരുന്നു. അപ്പോൾ ഈ ചൂട് കാറ്റ് നേരെ മുകളിലേക്ക് ഉയരുന്നു, തണുത്ത കാറ്റ് അവിടെ മഴയായിട്ട് പെയ്യുന്നതിനാണ് വിളിക്കുക ചക്രവാത ചുഴി, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക സൈക്ലോണിക് റെയിൻഫാൾ എന്ന് വിളിക്കുക. അതിന് നമ്മൾ ഫ്രോണ്ടിലെ റെയിൻഫാൾ, വാദമുഖ മഴ എന്നും വിളിക്കാറുണ്ട്. മക്കളെ, ഈ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത, നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നത്. ഇതുപോലത്തെ മറ്റ് ചാപ്റ്റേഴ്സിന്റെ വീഡിയോകൾ വേണമെങ്കിൽ തൊട്ട് താഴെ കമന്റ് ചെയ്തോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, ഇതിൽ ഓരോന്നും പഠിക്കാനുള്ള കോഡുകൾ സഹിതം, ഇത് ഷോർട്ട് ആക്കാനുള്ള മെത്തേഡുകൾ സഹിതം നമ്മൾ മാരത്തോണുകളിലേക്ക് വരുന്നതാണ്. സോ മാരത്തോണും ഒരിക്കലും മിസ്സാക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്തോടാ.